ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാനാണ്. ആം, ഒരു സെക്കൻഡ്. ഓക്കെ. മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്നൊരു സെൽ ഓഫ് വരുന്നുണ്ട്. സോ ആ ഒരു സെൽ ഓഫിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴെ പോയേക്കാം. ആ ഒരു സെൽ ഓഫിൻ്റെ പാറ്റേൺ പഠിപ്പിക്കുക, പറഞ്ഞു തരിക, അതിൻ്റെ കൂടെ ആ ട്രേഡിൻ്റെ ആ ഒരു വാലിഡിറ്റി എന്താണെന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലൈവ് ട്രേഡിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുന്നുണ്ടാവും, പൊസിഷൻ എടുക്കുന്നുണ്ടാവും ഇതിൻ്റെ കൂടെ. ഓക്കെ, ഞാനൊന്ന് ബാക്കി സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ ട്രേഡ് ഇതാണ്. മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിന് പല ടാർഗറ്റ്സ് ഉണ്ട്. 25,100 വരെ അതിന് ടാർഗറ്റ്സ് ഉണ്ട്. എങ്കിലും ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് സ്കാൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 180 ഈ ഒരു ഏരിയ വരെ അതിന് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോഴേക്ക് ഇത് ഓൾമോസ്റ്റ് 280 റേഞ്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ പല മെയിൻ സ്റ്റോക്സും വീഴുന്നുണ്ട്, പക്ഷേ നിഫ്റ്റി അങ്ങോട്ട് വീഴുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. കാരണം HDFC ബാങ്ക് മാത്രം അവിടെ മേളിൽ വെയിറ്റ് ചെയ്യാണ്. ഇത് കാണുന്നുണ്ട്, HDFC ബാങ്ക് മാത്രം അതിൻ്റെ മേളിൽ വെയിറ്റ് ചെയ്യാണ്. സോ അത് കയറിപ്പോയാലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. റിലയൻസ് താഴെ വരുന്നുണ്ട്. ഇൻഫോസിസ്, ഒരു സെക്കൻഡ്, ഇൻഫോസിൻ്റെ ചാർട്ട് കണ്ടാൽ അറിയാം. ഇൻഫോസിസ് നമ്മൾ നേരത്തെ വരച്ചിരുന്ന ലെവലിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരുപാട് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ HDFC ബാങ്ക് ഫൈറ്റ് ചെയ്ത് മേളിലോട്ട് പോകുന്നത് കാരണം ഇത് നമ്മുടെ സ്റ്റോക്കിൽ വാലിഡ് ആകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിത് വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ട്രേഡ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, SL ഓൾമോസ്റ്റ് ഇതാണ്. SL എന്ന് പറയുന്നത് 216 വന്നാൽ പോലും അത് SL ആവും. 220 പ്ലസ് ഇത് ഈ ഒരു ഏരിയ വരെ നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ടിരിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, HDFC ബാങ്ക് താഴേക്ക് വരുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്, നോക്കാം. HDFC ബാങ്ക് താഴെ വരണം. 976 വന്നാലാണ് ഈ ട്രേഡിൻ്റെ വാലിഡേഷൻ സംഭവിക്കുക. ഓക്കെ, ഓക്കെ, 230 മേളിലാണ് ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. 240 മേളിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ക്വാളിറ്റി ട്രേഡ് വരും. പക്ഷേ 240 മേളിൽ അത് എത്തുന്നില്ല. ഓക്കെ, വരട്ടെ. 25,200 താഴെ ക്ലോസിങ് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, റിലയൻസ് താഴേക്ക് വീഴാൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, റിലയൻസ് സെറ്റ് ആകുന്നുണ്ട്. HDFC ബാങ്ക് റെഡി ആകുന്നുണ്ട്. ഇറ്റ്സ് ടേക്കിംഗ് ടൈം, മച്ച് ടൈം. അത്യാവശ്യം ക്വാണ്ടിറ്റി കയ്യിലുണ്ട്. സോ ഈ ടൈം എടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യത കൂടെയാണ് ഉള്ളത്. ടൈം എടുത്തോട്ടെ. മാക്സിമം മാർക്കറ്റ് ഫൈറ്റ് ചെയ്യാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ മേളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. HDFC ബാങ്ക് മാത്രമാണ് അവിടെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഏരിയയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് 25,200 ബ്രേക്ക് ചെയ്തെന്നുള്ള വാശിയിൽ നിൽക്കുന്ന ഒരേ ഒരാൾ HDFC ബാങ്കാണ്. പക്ഷേ എത്ര നേരം അത് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പിടിയില്ല.
ഐ തിങ്ക് ആദ്യമായിട്ട് നിങ്ങൾക്കവിടെ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിൽ റെഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ടാവും. ആ ഒരു റെഡ് എന്ന് പറയുന്നത് ആ പിടിച്ച് നിൽക്കുന്നതിൽ നിന്ന് താഴോട്ട് വരുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. സോ വരട്ടെ, 56,600 താഴെ ക്ലോസ് ചെയ്യട്ടെ. 56,600 താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നമ്മൾ 25,200 താഴെ ക്ലോസ് ചെയ്യും. യെസ്, വന്നിട്ടുണ്ട്. 30 സെക്കൻഡ് റിമൈനിങ്. ഓക്കെ, നമ്മുടെ പ്രീമിയം തൽക്കാലം വിട്ടേക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഫൈൻ. എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നിഫ്റ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡ്. ഇത് നമ്മുടെ പ്രീമിയം, ഇത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി 56,600 താഴെ ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ട്രേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വീക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ട്രേഡ് വളരെ ഈസിലി ടാർഗറ്റിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. HDFC ബാങ്ക് സ്റ്റിൽ ഔട്ടായിട്ടില്ല. അവിടെ മാക്സിമം പിടിച്ചിരിക്കാൻ HDFC ബാങ്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. സോ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. ഓക്കെ, കുറച്ച് നേരമായിട്ട് ഈ ഒരു ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ മെയിൻ ട്രേഡ് ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഓൾറെഡി ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ട്രേഡ് വെയിറ്റ് ചെയ്യായിരുന്നു. 262 ക്ലോസ് ചെയ്തതാണ്. തിരിച്ച് വീണ്ടും വന്നപ്പോൾ വീണ്ടും മേടിച്ചു. 230 പ്ലസ്സിൽ മേടിച്ചിട്ടുണ്ട്. 233 റേഞ്ചിൽ മേടിച്ചിട്ടുണ്ട്. അത് പോകണം. 300 റേഞ്ചിലേക്ക് പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. വീഴുന്നു കഴിഞ്ഞാൽ അതങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെന്നുള്ള ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. ബാങ്ക് നിഫ്റ്റി വീക്കാണ്. അത് നമുക്ക് അഡ്വാൻറ്റേജ് തരാൻ ഉണ്ട്. നല്ല കോൾഡ് ഉണ്ട്. സോ എന്നിട്ടും എ സിയിൽ ഇരിക്കുന്നതാണ്. ഒരു ട്രേഡ് ഷെയർ ചെയ്യണം. എനിക്കും പൊസിഷൻ വേണം. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടെ അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിൽ വരണം. നമ്മളുടെ നേരത്തെ മൂവ് ചെയ്ത ഏരിയ ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, 252 വരെ വന്നിട്ട് തിരിച്ചിറങ്ങുവാണ്. ഇല്ല, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ പൊസിഷൻസ്. ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ബൈയിങ് ഒരു മൊമെൻ്റ് കാണിച്ചു. ഓക്കെ, ഇത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കാം. HDFC ബാങ്ക് സ്റ്റിൽ വീക്കിൽ തന്നെയാണ്. ആ ഒരു ഏരിയയുടെ പിടുത്തം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആയിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത് കൺഫേം ആക്കാം. ഓക്കെ, ഇന്നിവിടെ ക്ലോസ് ചെയ്യട്ടെ. ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ക്ലോസ് ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിയാണ് ഈ ഒരു വീഴ്ചയിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ഓൾറെഡി 250 പ്ലസ് ആയിട്ടുണ്ട് പ്രീമിയം. ബാങ്ക് നിഫ്റ്റി ഒന്ന് പിടിച്ച് നിൽക്കുന്ന കാരണമാണ് നമുക്ക് ഇത് പെട്ടെന്ന് ടാർഗറ്റിലേക്ക് വരാത്തത്. സ്കാൽപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു ഫസ്റ്റ് ടാർഗറ്റാണ്. ഒരുപാട് വലിയതല്ല. 25,100 ഒക്കെയാണ് അടുത്ത ടാർഗറ്റ് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് 300 പ്ലസ് ഈസിലി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൻ്റെ റീസൺ. സോ ഇതൊന്നും ഒരു വലിയ ടാർഗറ്റ് അല്ല, ഒരു ടാർഗറ്റേ അല്ല. അപ്പോൾ ഇതിനെ ട്രയൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്കിൽ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ട് പോകും.
ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഓഡിയോ 1.25x തന്നെ കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, ടൈം ഒരുപാട് വേസ്റ്റ് ആകത്തുമില്ല. ഓക്കെ. ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യാണ്. ഓക്കെ, ആ 245 തന്നെ നിൽക്കുകയാണ്. 250+ കയറിയതാണ്, 245 വന്നു, തിരിച്ച് നിൽക്കുന്നു. അതായത് ഈ ഒരു ഏരിയ ഞാൻ ഇത് നേരത്തെ വരച്ചിരുന്ന ഒരു ലൈനാണ്. ആ ലൈൻ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതിലങ്ങനെ തട്ടിക്കുകയാണ്. അത് ഇന്നത്തെ ഡേയുടെ മീൻ ആവറേജ് ആണ്. അറ്റ്ലീസ്റ്റ് ഇന്ന് സൈഡ് വേസ് പോകണമെങ്കിൽ തന്നെ ഈ ഒരു ലൈനിൻ്റെ അടുത്ത് നിൽക്കണം. ഈ ലൈനിൽ നിന്ന് വെളിയിലായി പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വേസ് അല്ല, മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് മാറുകയും ഹാൻഡിലിൻ്റെ ലോ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് വരേണ്ടിയും വരും. സോ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാക്സിമം ബാങ്ക് നിഫ്റ്റിയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻ കണ്ടിട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി ഇൻഫിയൊക്കെ അത്യാവശ്യം നല്ല ഡൗൺ ആണ് കേട്ടോ. മാർക്കറ്റിൽ ഇൻഫി നല്ല ഡൗൺ ആണ്. ബാക്കി റിലയൻസ് ഡൗൺ ആണ്. HDFC ബാങ്ക് കുഴപ്പമില്ലാണ്ട് പിടിച്ചിരിക്കുന്നു. അതാണ് മാർക്കറ്റ് ഈ ഒരു സെൻട്രൽ ലൈനിൽ നിൽക്കുന്നത്. HDFC ബാങ്ക് കൂടെ വീഴുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ലോ സൈഡിലേക്ക് വന്നിരുന്നതാണ്, ഈ ഒരു ഏരിയയിലേക്ക് വന്നിരുന്നതാണ്. അതാണ് ഈ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ സൈഡാണ് അവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇൻഫോസിസ് അത്യാവശ്യം നല്ല ഫോളിലാണ്. ഇൻഫോസിസ് IT സെക്ടർ നമുക്കിവിടെ പോസിറ്റീവ്, നമുക്കൊരു സപ്പോർട്ട് വരുന്ന IT സെക്ടറാണ്. പിന്നെ റിലയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് സെക്ടർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മൾ സാറിന് നമ്മുടെ ലൈവ് വീഡിയോയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഒറ്റ ക്യാൻഡിൽ പെട്ടെന്ന് വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ അത്രയും സ്പീഡ് അല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ ഏറ്റവും കൺട്രോൾ ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാനും മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരേ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. സോ HDFC ബാങ്ക് എനിക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ അതങ്ങനെ വരുള്ളൂ. സെക്കൻഡ്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലൈനിൽ തന്നെ നിൽക്കുവാണ്. ആ ഒരു ലൈൻ വിട്ട് ക്ലോസ് ചെയ്യുന്നില്ല, താഴെ ക്ലോസ് ചെയ്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് ഒരു 256 റേഞ്ചിലേക്ക് കയറിപ്പോവും. അതിനുശേഷം ഇതിന് ഓപ്പൺ മൂവ്മെൻ്റ് ഉണ്ടാവും. ഇതിപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഇവിടെ തന്നെ നിൽക്കുവാണ്. ഈ ഒരു 25,180 വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. രണ്ട് സൈഡിലേക്ക് അതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്രയും ടൈം നമുക്ക് എക്സ്ട്രാ പൊക്കോണ്ടിരിക്കുക. HDFC ബാങ്ക് മാക്സിമം ഫൈറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്, HDFC ബാങ്ക് ആ ഒരു ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വിട്ടു പോയാൽ മാത്രം, ഈ ഒരു ക്യാൻഡലിന് താഴെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ ട്രേഡ് ട്രിഗർ ചെയ്യുക, നല്ലൊരു മൊമെൻറ്റം തരിക. അതുവരെ അത് മൊമെൻറ്റം കിട്ടുന്നില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. റീടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. റീടെസ്റ്റ് ചെയ്തിട്ട് 600 മേളിൽ പോയാൽ 56,600 മേളിൽ പോയിട്ടുണ്ട്. നോക്കാം. 600 മേളിൽ ക്ലോസ് ചെയ്തു ആ ഒരു ക്യാൻഡിൽ.
ഒരു ഫൈനൽ ഫൈറ്റിങ്ങിൻ്റെ ഒരു തീരുമാനത്തിലാണ്. ഓക്കെ, മാക്സിമം അവിടെ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ആ ഒരു 200 മേളിൽ കയറി പോകാനും പറ്റുന്നില്ല. ബാങ്ക് നിഫ്റ്റി വീണ്ടും 600 അടുത്തേക്ക് വരുന്നുണ്ട്. ഇൻഫിയൊക്കെ ലിറ്ററലി അവിടെ തകർന്നു കഴിഞ്ഞു. പക്ഷെ അത് നമ്മുടെ നിഫ്റ്റിയിലോട്ട് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ള അല്ലാണ്ട് വേറൊരു ഓപ്ഷനും അവിടെ ഇല്ലേം താനും. ഓക്കെ ഓക്കെ, എൻ്റെ താഴെ ക്ലോസ് ചെയ്യട്ടെ. അറ്റ്ലീസ്റ്റ് 190 താഴെ ക്ലോസിങ് കിട്ടണം നമുക്കത്. സാധാരണ ട്രേഡുകളെക്കാളും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. 1 2 3 4 20 മിനിറ്റ്സോളമായി ഈ ഒരു ട്രേഡ്. സ്കാൽപ്പിങ്ങിൽ സാധാരണ ഇത്രയും സമയം ഹോൾഡ് ചെയ്യാറില്ല പൊസിഷൻസ് ഒന്നും. എന്നാൽ HDFC ബാങ്ക് കാരണം അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. എന്നാൽ ബാക്കി എല്ലാ ഇൻഡിക്കേഷനും നെഗറ്റീവ് സൈഡിലായത് കാരണം ഈ പൊസിഷൻ കൊടുക്കാനും പറ്റുന്നില്ല. HDFC ബാങ്ക് ചിലപ്പോൾ തിരിഞ്ഞു പോയാൽ ഈ ട്രേഡ് നമുക്ക് അനുകൂലമാവും. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, പലപ്പോഴും ഈ നമ്പറിൽ തന്നെ SL കീപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. SL വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, അപ്പോൾ തന്നെ SL അടിക്കുന്നുണ്ടാകും. സോ ഓക്കെ, അത് SLലേക്കാണ് പോകുന്നത്. ആക്ച്വലി ബൈയിങ് പ്രൈസിൻ്റെ തൊട്ട് താഴെ തന്നെ അത് SL കീപ്പ് ചെയ്യണം. 230 233 റേഞ്ചിൽ SL കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് അതിന് താഴെ അത് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതാണ് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്ന SL എന്ന് പറയുന്നത്. മേടിച്ചത് 33 36 റേഞ്ചിലാണ് ബൈ ചെയ്തിരിക്കുന്നത്. ബൈയിങ് പ്രൈസിന് താഴെ തന്നെ ഞാൻ അതിൻ്റെ SL കീപ്പ് ചെയ്തതാണ്. ബിക്കോസ് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് SL അടിച്ചിട്ട് പോട്ടെ, ബൈയിങ് പ്രൈസിൽ തന്നെ ഇറങ്ങിപ്പോണം. ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലാഭമായിട്ട് മാറണം. അതാണ് അതിൻ്റെ അകത്തുള്ള. ഓക്കെ, 242. അപ്പോൾ SL കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേടിച്ച പ്രൈസ് 236 ആണെന്ന്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഓക്കെ, പ്രൈസിൽ കാര്യമായിട്ട് വലിയ ഗുണം കാണുന്നില്ല. HDFC ബാങ്ക് കുറച്ച് മേളിലും കൂടെയാണ് കയറി വരുന്നത്. ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ട്. സോ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പാർഷ്യൽ എന്തായാലും ബൈയിങ് പ്രൈസിന് തൊട്ട് താഴെ അത് ഒഴിവാകുന്നുണ്ടാവും. ഈ പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് 230. ഓക്കെ, ഇപ്പം അത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇല്ല, ഇതുവരെ പോയിട്ടില്ല. 232 അത് എക്സിറ്റ് ഇട്ടിരിക്കുന്നത്. നോക്കാം, അതിന് താഴെ അത് പോകേണ്ട ആവശ്യം വരുന്നില്ല. വീണ്ടും ബൈയിങ് പ്രൈസ് തിരിച്ച് വീണ്ടും സപ്പോർട്ട്, പാർഷ്യൽ ക്വാണ്ടിറ്റി എക്സിറ്റ് ആയി പോവും. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, അത് വേണം. എന്നിട്ട് തിരിച്ച് ആഡ് ചെയ്യാം. 244+ വരുമ്പോൾ ആണെങ്കിൽ ഇത് ആഡ് ചെയ്യാം. ഗ്രൂപ്പിനകത്ത് വീണ്ടും പറഞ്ഞിരുന്നു ഇടയ്ക്ക് 244+ വരുമ്പോൾ ആഡ് ചെയ്യാനുള്ള ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മേളിൽ ക്ലോസിങ് നമുക്ക് സോളിഡ് ആയിട്ടുള്ള ക്ലോസിങ് കിട്ടുന്നില്ല. സോ ബൈയിങ് പ്രൈസിൽ നമ്മൾ പൊസിഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. 25 മേളിലെങ്ങാനും ക്ലോസിങ് പോയാൽ ഈ പ്രീമിയം പെട്ടെന്ന് 220 താഴെ പോകും. അപ്പോൾ ആ ഒരു പൊസിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ പ്രൈസ് മേളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്.
സോ 232 അത് എക്സിറ്റ് ആയി പോവും. ബാക്കി ക്വാണ്ടിറ്റി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ലോസ് ഈ ഒരു പൊസിഷനിൽ വരും. മറ്റേൽ അത്യാവശ്യം നമുക്കൊരു 40-50 പോയിൻ്റ് പ്രോഫിറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് തമ്മിൽ ടാലി ആയി പോവും. കുറച്ച് പ്രോഫിറ്റ് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പ്രൈസ് കയറി വരട്ടെ. ഇവിടെ ഒരു റിസ്കി സിറ്റുവേഷൻ കാണിച്ചു തരാം. HDFC ബാങ്ക് ഒരു റെസിസ്റ്റൻറ്റ് ലൈനിൽ കയറിയിട്ട് സെല്ലിങ്ങിൻ്റെ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, HDFC ബാങ്ക് ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ചിറങ്ങാൻ ശ്രമിക്കുകയാണ്. ഇറങ്ങി വരണം, സെല്ലിങ് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാലേ അത് വാലിഡ് ആവത്തുള്ളൂ. അതുവരെ ഈ ട്രേഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക. റിലയൻസ് കയറിപ്പോയി, ആദ്യം റിലയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, കയറിപ്പോകാൻ ശ്രമിച്ചിട്ട് അതുപോലെ സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ HDFC ബാങ്ക് അതിന് കണ്ടിന്യൂറ്റി കൊടുക്കൂ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇൻഫി ഓൾറെഡി താഴെ തന്നെയാണ്, അതിനും സെല്ലിങ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. സോ മാർക്കറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ഫേവറബിൾ ആണ്. പക്ഷേ ഈ HDFC ബാങ്ക് മാത്രം അവിടെ നിൽക്കുന്ന ഒരേ ഒരു പ്രഷറിൻ്റെ പുറത്താണ് നമ്മുടെ പൊസിഷൻ അങ്ങനെ സ്ലോലി നിൽക്കുന്നത്. നമ്മുടെ SLൻ്റെ വളരെ തൊട്ടടുത്ത് വന്നിട്ട് പോയി. 232 താഴെ ഒരു 230 എങ്കിലും വരുമ്പോൾ അതിനെ ഒഴിവാക്കേണ്ടതാണ്. വന്നിട്ട് തിരിച്ച് അതുപോലെ പോയിട്ടുണ്ട്. ബൈയിങ് പ്രൈസിനൊരു 5 പോയിൻറ്റോളം താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും കയറി നിൽക്കുകയാണ്. ഉറപ്പില്ല, ഈ ഒരു പ്രൈസ് ഇങ്ങനെ ഇറങ്ങി വരുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് ആക്ച്വലി അവിടുത്തെ ഈ നമ്മൾ നേരത്തെ കണ്ട ഒരു ട്രേഡില്ലേ, ആ ട്രേഡ് നടക്കാതിരിക്കുമ്പോൾ ആ പ്രീമിയം അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ വരുമ്പോൾ അതിനൊരു നല്ലൊരു മൊമെൻറ്റം കിടപ്പുണ്ടായിരുന്നു. ആ മൊമെൻറ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ ആ ഹൈ ഡെൽറ്റയിൽ നിന്നത് പിന്നീട് ആ ഡെൽറ്റ മാറുന്നുണ്ട്, അവിടെ തീറ്റ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്കിംഗ് കാരണം പ്രൈസിൽ പെട്ടെന്നൊരു ഡിപ്പ് വരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ HDFC ബാങ്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ക്യാൻഡിൽ കാണിച്ചു തരുന്നത് കാണുന്നുണ്ടോ. ഇവിടെ വന്ന് ക്യാൻഡിൽ ഇത് ക്ലോസ് ചെയ്യണം. ഈ ക്ലോസിങ് കിട്ടാണ്ട് ഇത് ഈ റിലയൻസ് നിൽക്കുന്നുണ്ട്. ഇത് ക്ലോസിങ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം സെറ്റാണ്. ഓക്കെ, നമ്മുടെ പ്രീമിയം ഓൾമോസ്റ്റ് സെറ്റായി നിൽപ്പുണ്ട്. അടുത്ത സെറ്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് 48. ഇതിന് ശേഷമായിരിക്കും അതിനകത്ത് റിയൽ അടുത്തൊരു മൊമെൻറ്റം വരിക. അതായത് ഈ പ്രൈസിന് താഴെ ഇത് പോകണം, 188 താഴെ. ഓക്കെ, ഇതിന് താഴെയുള്ള ഒരു ക്ലോസിങ്ങിലാണ് നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ്ലി ഇരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി നേരത്തെ വന്നതാണ്. ഈ ലൈനിനും താഴെയെങ്കിലും അറ്റ്ലീസ്റ്റ് ക്ലോസിങ് കിട്ടിയേ പറ്റുള്ളൂ. വന്നത് തിരിച്ച് വീണ്ടും കയറിപ്പോയി. തിരിച്ച് അത്രയും സമയം നമ്മൾ ഈ ലൈവിൽ നിൽക്കുകയാണല്ലേ. അതിനുശേഷം ഇത് കർവ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ വീഴുന്ന് വന്ന് റീടെസ്റ്റ് ചെയ്ത് 25,200 റീടെസ്റ്റ് ചെയ്തു. റീടെസ്റ്റിന് ശേഷം ഇതിൻ്റെ അടുത്ത ഫോളിങ് സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. കിട്ടിയാൽ നമുക്കിതാണ് യഥാർത്ഥ ഒരു മൊമെൻ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളത്. ഇത് കാണുന്നുണ്ടോ, ഇതാണ് അടുത്തൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതെങ്ങാനും ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ആ ട്രെൻഡിൻ്റെ ബാക്കി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട്, ബാങ്ക് നിഫ്റ്റി വീണ്ടും സപ്പോർട്ടിനെ തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. മേളിലോട്ട് കയറിപ്പോയി ആ ക്യാൻഡലിൽ സെല്ല് ചെയ്തു, താഴോട്ട് വന്നു. ഇതിലൊക്കെ പലപ്പോഴും നമുക്ക് എക്സിറ്റ് ചെയ്ത് പോവാം. ഇതിൽ ഒരു 5 പോയിൻ്റ് 8 പോയിൻ്റൊക്കെ മേളിൽ വന്നപ്പോൾ വേണമെങ്കിൽ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് വിട്ടിട്ട് പോവാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാനില്ല. ആ ട്രേഡ് കിട്ടിയാൽ നമുക്ക് വളരെ നല്ലൊരു എൻട്രി ആയിരിക്കും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് കാരണമാണ് അതിനെ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ചില ദിവസങ്ങളിൽ എത്ര നല്ല സ്കാൽപ്പിംഗ് സിറ്റുവേഷൻ നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ അത് മാർക്കറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പൊസിഷൻ സ്കാൽപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വേണമെങ്കിൽ നേരത്തെ അത് ഒഴിവാക്കി കൊണ്ടുപോകാം. പക്ഷെ കംപ്ലീറ്റ് ഡേറ്റയും സ്കാൽപ്പറിനല്ല, ഒരു ഇൻട്രാഡേ ട്രേഡറിന് അനുകൂലമായി നിൽക്കുമ്പോൾ സ്കാൽപ്പർ അയാളുടെ പൊസിഷൻ, അയാളുടെ ടൈമിംഗ് മാറ്റി ഒരു ഇൻട്രാഡേ ട്രേഡറിൻ്റെ കാൽക്കുലേഷനിലേക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. സോ മാർക്കറ്റ് അതാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും. ഒരു സെക്കൻഡ്, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യണേ.
ഓക്കെ, വീണ്ടും ആക്ച്വലി നമുക്കിത് 2 പാർട്ടാക്കി ആയിട്ട് വരുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ വീഡിയോ ഇത്രത്തോളം ലെങ്തി ആയിട്ട് പോകുന്നത് കാരണം. പക്ഷേ നല്ലൊരു ട്രേഡാണ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് കുറച്ച് സമയമെടുക്കും. എല്ലാ ദിവസവും ഒരുപോലെ ഒരേ മൊമെൻറ്റത്തിൽ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അല്ലേ. 30 മിനിറ്റ്സിന് മുകളിലൊക്കെ ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 30 മിനിറ്റ്സ് അല്ല, അതിൽ കൂടുതൽ പോകാൻ സാധ്യതയാണ്. ഓൾറെഡി 25 മിനിറ്റ്സ് ഇറ്റ്സ് ഓവർ. ഇനി അടുത്തൊരു 3-4 ക്യാൻഡിൽസിൻ്റെ ഒരു ടൈം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ്. ബട്ട് ഇറ്റ്സ് നൈസ്. അപ്പം ഞാൻ എടുത്ത 235 നിന്ന് 255 എത്തിയിട്ടുണ്ട്. ട്രേഡ് ഇതൊന്നുമല്ല, 300+ പോകാനുള്ള സാധ്യതയുണ്ട്. ട്രേഡ് ട്രിഗറായി തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, സെയിം എൻ്റെ ടാർഗറ്റ് റേഞ്ച് എത്തിയിട്ടുണ്ട് 262. കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത് 261 ഇപ്രാവശ്യം 263 ആയി. പക്ഷെ ട്രേഡ് സ്റ്റിൽ ദയർ. 65. ഓക്കെ, 265+ വന്നിട്ടുണ്ട്. ടു സിക്സ്റ്റി ഞാനൊരു 266 ഒരു ഓർഡർ ഇട്ടിരുന്നു. ഓർഡർ ട്രിഗർ ആയില്ല. അതിനു മുമ്പ് അത് വീണ് പോയി. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. 260+ വരുമ്പോൾ ഞാൻ അതിനെ ഓർഡർ ട്രിഗർ ആയിട്ടില്ല. ഓക്കെ, പാർഷ്യൽ ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പാർഷ്യൽ ബുക്ക് ചെയ്യാനുള്ള സമയത്തിനകത്ത് ആ ട്രേഡ് ട്രിഗർ ആയിട്ടില്ല. ത്രോട്ട് ഇൻഫെക്ഷൻ കുറച്ച് കടുക്കുന്നുണ്ട്. സോ HDFC ബാങ്ക് സ്റ്റിൽ ആ ഒരു ലെവലിൽ പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ സംഭവം.
ഓക്കെ 262. നമ്മുടെ ട്രേഡ് അടുത്ത ലെവലിലേക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട്. HDFC ബാങ്ക് സ്റ്റിൽ സപ്പോർട്ടിലല്ല. അത് കാരണം മാത്രമാണ് ഞാൻ ആ ഒരു പൊസിഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ഓക്കെ, മാർക്കറ്റ് ഓർഡറിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 273 രൂപയ്ക്കാണ് ഞാൻ അതിനെ സെല്ല് ചെയ്തിട്ടുള്ളത്. ഓർഡർ ഓക്കെ 273 പാർഷ്യലി സെല്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഈ ഒരു വീഡിയോ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ മെയിൻ ടാർഗറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല, 284 ആണ്. ഓക്കെ, ഫിസിക്കലി നോട്ട് ഓക്കെ, കംപ്ലീറ്റ്ലി നോട്ട് ഓക്കെ ആണ്. എന്നാലും ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ട്രേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനകത്ത് കുറച്ച് നേരമായിട്ട് ഞാൻ സൈഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈവിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിനുള്ളിൽ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഓക്കെ, 284 അബവ് അത് നമ്മുടെ മെയിൻ ടാർഗറ്റും ഇപ്പോൾ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയല്ലേ? ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. മീൻ വാല്യൂവിൽ നിന്ന് എത്രത്തോളം നമ്മൾ വെളിയിൽ വന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അത് വന്നതിൻ്റെ പരിണിത ഫലമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിൽ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ബാങ്കിന് HDFC ബാങ്ക് സ്റ്റിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 285 നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെല്ല് ഓക്കെ, ഒരു 285 കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ സെല്ല് ചെയ്തു. എൻ്റെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഇപ്പം താഴെ നിങ്ങൾക്ക് ടാർഗറ്റ് കാണാം. ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി ആവശ്യത്തിനുണ്ട്. സോ ഒഴിവാക്കി പോകുന്നത് എനിക്ക് വളരെ സന്തോഷം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നുമായിരിക്കും ഇത്രയും ബ്രോക്കറേജ് വരത്തില്ലേ, ഇത്രയും ഓർഡേഴ്സ് ട്രിഗർ ചെയ്യുകയല്ലേ എന്നുള്ളത്. ലാഭത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ ചാർജസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ടെൻഷൻ ആവരുത്. ബിക്കോസ് ആ ചാർജസ് കൊടുക്കുമ്പോൾ നമുക്ക് ലാഭം കൂടെ കിട്ടുന്നുണ്ട്. ആ ലാഭം കൂടെ നമ്മൾ എടുത്ത് വെളിയിൽ വരുവാണ്. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആകാൻ പോകരുത്. ഓക്കെ, 275 76. ഓക്കെ, ഞാൻ പലയിടത്തായിട്ട് ഞാൻ പൊസിഷൻ ഒഴിവാക്കുകയാണ്. 274 എത്തിയപ്പോഴേക്കും ഞാൻ ആ പൊസിഷൻ കുറച്ചുകൂടെ ഒഴിവാക്കി. ബിക്കോസ് ലാഭം വളരെ അത്യാവശ്യമാണ്.
ഓക്കെ, ഇനി വളരെ ഫീബിളായിട്ടുള്ള ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ബിക്കോസ് എൻ്റെ ടാർഗറ്റ്സ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് എല്ലാം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 300+ ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എൻ്റെ കയ്യിൽ ഇട്ടിരിക്കുന്നു. ഓൾറെഡി നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിരിക്കും. വീഡിയോ ഓൾറെഡി 35 മിനിറ്റ്സ് പ്ലസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു 275 മേളിൽ ഒഴിവാക്കിയാൽ എനിക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അതിനകത്ത് എനിക്ക് കാണിക്കുന്നുണ്ടാവും. സോ ഞാൻ ആ ഒരു പ്രൈസിന് മേളിലെത്തുമ്പോഴേക്കും ഞാനിതിനെ ഒഴിവാക്കാം. ഇല്ല, മേളിൽ ഇനി ഇതിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രേഡ് ഉണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 25,100 എന്നുള്ളൊരു ടാർഗറ്റ് അവിടെ കിടപ്പുണ്ട്. കറൻ്റ്ലി എനിക്കത് ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല. ഞാൻ ആ പൊസിഷന് വേണ്ടിയിട്ട് കയറുന്നില്ല. 2 ട്രേഡ് കഴിഞ്ഞു, 2 ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ എൻ്റെ ട്രേഡ് നിർത്തുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതുപോലത്തെ ലൈവ് വീഡിയോ ആയിട്ട് വരാം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ യൂസ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നതിൽ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യൂസ് ആവുന്നുണ്ടാകും. നിങ്ങളുടെ ട്രേഡർ എന്നുള്ള രീതിക്കുള്ള ഒരു വളർച്ചയ്ക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആകട്ടെ. സന്തോഷം. എൻ്റെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് അത് തിരിച്ച് റിവേഴ്സ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അതിന് മുന്നേ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സെല്ലിങ്ങിൻ്റെ നോയ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഓൾമോസ്റ്റ് 162 വരെ വന്നിട്ടുണ്ട്. 160 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്, 162 വരെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ടാർഗറ്റും അല്ല, ഇത് 310 മേളിൽ ഇത് കയറിപ്പോവും ഈ ഒരു റേഞ്ചിൽ. ഇനി ഇത് താഴോട്ട് വന്ന് ഈ ഒരു റേഞ്ചിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യൂഷ്വലി ഞാൻ കീപ്പ് ചെയ്തിരുന്ന എൻ്റെ ടാർഗറ്റ് എത്തുമ്പോഴേക്കും ഞാനത് എക്സിറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ട്രേഡ് നിർത്തുവാണ്. നാളെ ഇല്ലെങ്കിൽ ഇനിയൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു സെറ്റ് ഓഫ് വീഡിയോ കിടപ്പുണ്ട്. മാർക്കറ്റ് ബെറ്ററായിട്ട് വരുവാണെങ്കിൽ ഞാൻ ഇന്ന് അത് ഇട്ടിരിക്കുക. 25, 180, 200 അടുത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 6 ഓക്കെ, ഞാൻ എൻ്റെ മതി, ഞാനിവിടെ ഒഴിവാക്കുവാണ്, ഈ പൊസിഷൻസ് ഒഴിവാക്കുവാണ്. ബാക്കി ഇനി ഒരു വീഡിയോയിൽ കാണാം. റൈറ്റ് സേഫ്, ടേക്ക് കെയർ, ബൈ.